വക്കീൽ സാറില്ലേ ഇവിടെ? ഉണ്ട്, ഇപ്പോഴെങ്കിൽ വരും. അവിടെ പോയിരിക്കും. എന്താ ജോലി വക്കീൽ സാറേ, പത്രങ്ങളെല്ലാം കണ്ടില്ലേ? നമ്മുടെ കേസാണ് പ്രധാന ന്യൂസ്. അതൊന്നും സാരമാക്കാനില്ല. അല്ല, സാരമാക്കാനില്ല. അഡ്വക്കേറ്റ് വിശ്വംഭരനാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നറിഞ്ഞ് എതിർകക്ഷികൾ ആകെ വരണ്ടിരിക്കുകയാണ്. വിശ്വംഭരൻ കേസാകെ കീഴ് പറിച്ച് തകർത്ത് തരിപ്പണമാക്കില്ലേ? അതവർക്കറിയാം. നീയോ? നീ എങ്ങനെ ഇതിനകത്ത് വന്നു? എന്തിനു വന്നു? ഒരു കൊലപാതകയായ നിങ്ങളെ ഒരു തരത്തിലും സഹായിക്കരുതെന്ന് വക്കീൽ സാറിനോട് പറയാൻ വന്നതാണ്. കഷ്ടം. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ടടാ. നിങ്ങൾക്കും സങ്കടം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അറിയണമെങ്കിൽ നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കണം, അല്ലെങ്കിൽ പാവപ്പെട്ട ഒരുത്തനായിരിക്കണം. നിങ്ങളൊരു ക്രൂരനല്ലേ? എഴുതേക്കാൻ അവിടുന്ന് എഴുതേക്കാൻ. വക്കീൽ സാർ വരട്ടെ, എന്നിട്ട് എഴുന്നേൽക്കാം. നീ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറല്ലേടാ? ഇത്ര ഒരു അഹങ്കാരം നിനക്ക്? നാട്ടുകാർ ഒന്നടങ്കം വഞ്ചിച്ച് പണമുണ്ടാക്കിയ ഒരു കൊലയാളിക്ക് ഇങ്ങനെ അഹങ്കരിക്കാമെങ്കിൽ രാവും പകലും കഷ്ടപ്പെടുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അല്പം അഹങ്കാരമൊക്കെ ആവാം. എടാ, ഞാൻ കൈത്തോക്കൊണ്ട് സംസാരിച്ച് ശീലിച്ചവരാണ്, നിനക്കതറിയാമല്ലോ. ഞാൻ പീരങ്കിയുടെ മുമ്പ് പോലും കുലുങ്ങാത്തവനാണ്. തന്റെ കൈത്തോക്ക് എനിക്ക് കച്ചിത്തുരുമ്പാണ്. നീ എന്നെ ഒരു മൃഗമാക്കരുത്. ഞാൻ ആക്കിയിട്ട് വേണോ? താൻ എപ്പോഴും ആയിക്കഴിഞ്ഞു. എന്തു പറഞ്ഞാ? മാറി നിൽക്കൂ. താൻ എന്തിനോട് വന്നു? ആക്രമിക്കാൻ? അയ്യോ സാറേ, ഞാനാണെന്നും വന്നതല്ല. പിന്നെ ഒരു കൊലപാതകി രക്ഷിക്കാൻ വേണ്ടി അങ്ങ് വക്കാലത്ത് വാങ്ങരുതെന്നും കേസ് വാദിക്കരുതെന്നും പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്ത് കൊലപാതകിയോ? അതെ, കരുണാകരനെ വെടിവെച്ചു കൊന്നതും അവന്റെ സഹോദരിയെ പിടിച്ചുകൊണ്ടുപോയതും ഈ മഹാഭാവിയാണ് സാർ. എടാ വാസു, നീ തരികട ഒന്നും കാണിക്കണ്ട. നിനക്ക് എന്താണ് വേണ്ടത് അതിങ്ങോട്ട് പറഞ്ഞാൽ മതി. നിനക്ക് എത്ര രൂപ വേണം? ആ തുള്ളിൽ നടക്കുന്നവൻ ഞാനല്ല. അങ്ങനെയുള്ള തരികട നിങ്ങൾക്കേ അറിയാവൂ. ഞാൻ വന്നത് മനുഷ്യരെ കൊന്നിട്ട് നിയമത്തെ കബളിപ്പിച്ച് രക്ഷപ്പെടുന്നവൻ ആരായിരുന്നാലും ശരി, അവന്റെ അവസാനം ദയനീയമായിരിക്കുമെന്ന് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയാണ്. ഓഹോ, അതിനു വേണ്ടിയാണല്ലേ താൻ ഇവിടെ വന്നത്? അപ്പോൾ എനിക്കാണല്ലോ തന്റെ മുന്നറിയിപ്പ്. സാറേ, സത്യത്തിൽ നടന്നത് എന്താണെന്ന് സാർ അറിഞ്ഞു? അന്വേഷിച്ചു? ഇല്ലല്ലോ. എന്നിട്ടാണോ ഒരു കൊലപാതകി രക്ഷപ്പെടുത്താൻ വേണ്ടി സാർ കേസ് വാദിക്കാൻ പോകുന്നത്? ഇത് ന്യായമാണോ സാറ്? ഇതാണോ ധർമ്മം? ഓഹോ, ധർമ്മോപദേശം നടത്തുകയാണ്. താൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഒരു കേസിൽ തന്റെ കക്ഷി പറയുന്നതെല്ലാം സത്യമാണെന്നുള്ള ധാരണയോടുകൂടി പ്രവർത്തിക്കുക എന്നതാണ് ഒരു അഡ്വക്കേറ്റിന്റെ ചുമതല. താൻ ഏറ്റെടുത്ത കേസിൽ തന്റെ കക്ഷിയെ ജയിപ്പിക്കുക, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അതാണ് ഒരു വക്കീലിന്റെ ന്യായവും ധർമ്മവും. അപ്പൊ ഈ നിയമങ്ങളും കോടതികളും ഒന്നും സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ലേ? അറിഞ്ഞുകൊണ്ടൊരു കൊലയാളി രക്ഷപ്പെടുത്തുന്നത് സാമൂഹ്യദ്രോഹമല്ലേ സാറ്? ഇനിയൊന്നും എനിക്ക് കേൾക്കണ്ട. ദ്രോഹവും ന്യായവും ഒക്കെ എന്താണെന്ന് എനിക്കറിയാം. തനിക്ക് പോവാം. ചിരിക്കണ്ട. ഈ ചിരി തന്നെ ഒരിക്കൽ കരയിപ്പിക്കും. തന്റെ കൈകൊണ്ട് മരണപ്പെട്ട കരുണാകരന്റെ ആത്മാവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, നിയമം തന്നെ ശിക്ഷിക്കുന്നവരെ ഞാൻ അടങ്ങിയിരിക്കില്ല. ഒരിക്കലും ഈ കേസിൽ നിന്ന് ഞാൻ തോറ്റു പിന്മാറുകയുമില്ല. നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. യുവർ ഓണർ, ഈ നിൽക്കുന്ന പ്രതി, അതായത് കുറ്റമാരോപിക്കപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പങ്കജാക്ഷൻ എന്ന കൊലയാളി നിരാശനായിരുന്ന കരുണാകരനെ കൈത്തോക്ക് കൊണ്ട് വെടിവെച്ച് കൊണ്ടിരിക്കുന്നു, ഒരു വിജനമായ സ്ഥലത്ത് വെച്ച്. ഒന്നാം സാക്ഷിയായ വാസുവിന്റെ ശ്രദ്ധയിൽപ്പെട്ട തരത്തിൽ ഒരു പട്ടിയെ കൊല്ലുന്നത് പോലെ പങ്കജാക്ഷൻ കരുണാകരനെ കൊന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭയങ്കരമായ കുറ്റത്തിന് IPC 302 വകുപ്പ് പ്രകാരം പങ്കജാക്ഷനെ തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ടതാണ്. ഇതല്ലേ നിങ്ങളുടെ വാദം? യുവർ ഓണർ, ഈ വാദത്തെ എതിർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഈ കേസ് അടിസ്ഥാനപരമായി തന്നെ തെറ്റായ ഒന്നാണെന്ന് മാത്രം ഞാൻ എടുത്തു പറയട്ടെ. പങ്കജാക്ഷൻ ഒരു കൈത്തോക്ക് കൊണ്ട് വെടിവെച്ചു എന്നതിന് സാക്ഷിയുണ്ടെന്നല്ലാതെ, അതായത് പങ്കജാക്ഷൻ വെടിവെച്ചത് ഒന്നാം സാക്ഷിയായ വാസുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന മൊഴിയല്ലാതെ, പങ്കജാക്ഷൻ വെടിവെച്ചത് കരുണാകരനെ തന്നെയാണെന്നതിനോ മരിച്ചത് കരുണാകരൻ തന്നെയാണെന്നതിനോ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കിയിട്ടില്ല. അതിനാൽ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ പറയുന്നു,
കൊല്ലപ്പെട്ടത് കരുണാകരനല്ല. കരുണാകരനെ പങ്കജാക്ഷൻ വെടിവെച്ച് കൊന്നിട്ടില്ല. അതിനാൽ ഈ കേസ് വിചാരണ അർഹിക്കുന്നില്ലെന്ന് ഞാൻ താങ്കളെ ബോധിപ്പിച്ചുകൊള്ളുന്നു. തിരിച്ചറിയാൻ വയ്യാത്ത വിധം കത്തിക്കരിഞ്ഞൊരു ശരീരം കരുണാകരന്റേതാണെന്ന് പറഞ്ഞ് അവിശ്വസനീയങ്ങളായ സങ്കല്പങ്ങളാൽ പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് കെട്ടിച്ചമച്ചതാണ് ഈ കേസെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ വീണ്ടും പറയുന്നു, കരുണാകരൻ മരിച്ചിട്ടില്ല, ജീവനോട് ഇരിപ്പുണ്ട്. അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന കരുണാകരനെ കൊന്നു എന്ന കുറ്റം ചുമത്തി എന്റെ കക്ഷിക്ക് മരണശിക്ഷ വിധിച്ചാൽ, യുവർ ഓണർ, ഒരു ദിവസം കരുണാകരൻ ജീവനോടെ തിരിച്ചു വന്നാൽ തൂക്കിക്കൊല്ലപ്പെട്ട പങ്കജാക്ഷനെ തിരിച്ചു തരാൻ കോടതി കഴിയുമോ? ഈ ചോദ്യം വിനയപൂർവ്വം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഞാൻ ഉന്നയിക്കുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ജഡ്ജ്മെന്റ് റിസർവ്. പങ്കജാക്ഷൻ കരുണാകരനെ വെടിവെച്ചു കൊന്നു എന്ന് പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷികളോടെ വാദിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞ ശവശരീരം കരുണാകരന്റേത് തന്നെയാണെന്ന് സംശയാതീതമായ വിധം തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് എന്തുകൊണ്ട് മറ്റൊരാളുടെ ശരീരം ആയിക്കൂടാ എന്ന് പങ്കജാക്ഷന്റെ ഭാഗത്തു നിന്നുള്ള വാദത്തെയും പരിഗണിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതിനാൽ സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ കുറ്റം ചെയ്ത ആൾക്ക് നൽകി CRPO 306 സെക്ഷൻ 2ാം ഉപവകുപ്പ് പ്രകാരം കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള പങ്കജാക്ഷനെ വെറുതെ വിട്ടുകൊള്ളുന്നു.